ബുക്കിന്റെ തന്നെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു പത്രപ്രവർത്തനത്തിന്റെ ആ ഒരു ഇല്ലെങ്കിൽ ഒരു TV റിപ്പോർട്ടർ അങ്ങനത്തെ ആ ഒരു മേഖലയാണ്. ചെറുപ്പം തൊട്ടേ ആ ഒരു പത്രപ്രവർത്തനം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജേർണലിസത്തിലേക്ക് വരണം അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വന്ന ആളാണല്ലോ. അതെ, എൻ്റെ അപ്പൂപ്പൻ മലയാള മനോരമേൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ ആയിരുന്നു കോട്ടയത്ത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഓർമ്മ തന്നെ ജേർണലിസത്തിനെ പറ്റി അപ്പൂപ്പൻ്റെ കൈയും പിടിച്ചിട്ട് മനോരമേൻ്റെ പ്രസ്സിലേക്ക് കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ന്യൂസ് പ്രിൻ്റ് ഒക്കെ മണത്തിട്ട് ഇങ്ങനെ ഒരു ആഹ എന്തൊരു നല്ല വാസന. നിങ്ങൾ ജേർണലിസം എന്ന് ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് മനസ്സിലേക്ക് വരിക ആ ന്യൂസ് പ്രിൻറ്റിൻ്റെ വാസനയാണ്. അപ്പോൾ അത് കാരണം വേറൊരു ഓപ്ഷനായിട്ട് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല. എപ്പോഴും ആദ്യം 10th കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു സയൻസ് ഗ്രൂപ്പ് എടുക്കുക, അധികം ഓപ്ഷൻസ് ഒന്നും. വീട്ടിലൊക്കെ അടി ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ സെൻറ്റ് റിസാസിൽ വന്നിട്ട് അന്ന് 5th ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി. ഇപ്പോൾ ആ ഗ്രൂപ്പ് ഇല്ല, ഇപ്പോൾ പ്രീ ഡിഗ്രി ഇല്ലല്ലോ. പ്രീ ഡിഗ്രി ആ സമയത്ത് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റലിൽ വന്ന് താമസിച്ച് പഠിച്ചതാണ്. ഇതിന് ശേഷവും ആർട്സ് തന്നെ പഠിച്ചു, ഒരു വിധത്തിലും സയൻസുമായിട്ട് ഇതാക്കാണ്ട്. എന്നിട്ട് നേരിട്ട് ജേർണലിസത്തിലേക്ക് കയറിയതായിരുന്നു. വേറൊരു ഓപ്ഷനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒരു ബുക്ക് എഴുതണം എന്ന് വിചാരിച്ചപ്പോഴും എൻ്റെ ആദ്യത്തെ ഇതും ജേർണലിസം എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് തന്നെ എഴുതണം എന്ന് വിചാരിച്ചിട്ടാണ് ബുക്കിന് ആ പശ്ചാത്തലം തന്നെ ഉള്ളത്. ദാറ്റ്സ് വൈ ദ ബുക്ക് ഇസ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. എന്താണ് ആ ഒരു ബുക്കിന്റെ ആ ഒരു പ്ലോട്ട് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യത്തെ ബുക്ക് ഒരു ന്യൂസ് ട്രെയിനി ആവുന്നതിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഒരു ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രീമിയം ജേർണലിസം സ്കൂളിലത്തെ ഗ്രാജുവേറ്റ് ഒരു ന്യൂസ് ചാനലിലേക്ക് കയറുന്നു. അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പലപ്പോഴും ബോസിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം, വേറെ വലിയ റിപ്പോർട്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് ഫോൺ വഴി എഴുതണം. അപ്പം എങ്ങനെ അവർ പൊരുത്തപ്പെട്ടു പോകുന്നു ആ റിയാലിറ്റി ആയിട്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ബുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂറോ റിപ്പോർട്ടറിൻ്റെ കഥയാണ്. ആ സെയിം ക്യാരക്ടറിനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബിറ്റ്വീൻ ദ ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു TV റിപ്പോർട്ടറിൻ്റെ യാഥാർത്ഥ്യം, എസ്പെഷ്യലി വെൻ യു വർക്കിംഗ് ഇൻ എ ബ്യൂറോ ഫോർ എ നാഷണൽ ന്യൂസ് ചാനൽ എന്നുള്ളതാണ് കഥ. ഓട്ടോബയോഗ്രഫിക്കൽ ആണോ എന്ന് പലരും ചോദിച്ചു. ഓട്ടോബയോഗ്രഫിക്കൽ അല്ല, വളരെ ഫിക്ഷണൽ ആണ്. പക്ഷേ പല കോളീഗ്സിൻ്റെയും ബാച്ച്മേറ്റ്സിൻ്റെയും ഒക്കെ എക്സ്പീരിയൻസിൻ്റെ മുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് അതിൽ എഴുതിയിട്ടുള്ള പല ഇവൻസും. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് എഴുതണം എന്നുണ്ടായിരുന്നു വെച്ചാൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കും, ജേർണലിസ്റ്റായിട്ട് ബന്ധമില്ലാത്ത വ്യൂവേഴ്സ് ചോദിക്കും, ഒരു 1.5 മിനിറ്റിൻ്റെ സ്റ്റോറിക്ക് നീ എന്താ എത്ര വലിയ ബിസി, പിന്നെ ഇത്രയൊക്കെ 1.5 മിനിറ്റിൽ നിന്നെ അല്ലെങ്കിൽ 30 സെക്കൻഡേ കാണുള്ളൂ, കഥ എല്ലാം കൂടെ 90 സെക്കൻഡ്സ്, വലിയ ഡയലോഗ് അടിക്കേണ്ട, നീ വെറുതെ ഇത്രയൊന്നും ഫോൺ എടുക്കാത്ത തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ആ ജനങ്ങൾക്കും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ആക്ച്വലി ഒരു വേറെ തന്നെ ലൈഫാണ് അത്. ഒരു ഫോൺ നമ്മളുടെ സ്വന്തം അച്ഛനും അമ്മേനോടും ഈവൻ ഫോർ എ മാരീഡ് പേഴ്സൺ അവരുടെ ഹസ്ബൻഡിനോടോ ഭാര്യനോടോ പോലും സംസാരിക്കാൻ കഴിയാത്ത തിരക്കുകൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പിക്ചറും കൂടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യും. ഞാൻ ബുക്സ് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സ്, വളരെ സീനിയർ ആൾക്കാർ അവരുടെ വാർ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ് അങ്ങനത്തത് എഴുതിയിട്ടുണ്ടെന്നല്ലാണ്ട് എന്താണ് ആക്ച്വലി ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുകൂടാതെ ഒരു സ്ത്രീ ആവുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഉണ്ടല്ലോ. കാരണം നമ്മൾ പല കാര്യങ്ങളും ഇമോഷണൽ ആയിട്ട് ഇപ്പൊ അതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ട് ആ ബുക്കിൽ തന്നെ ഉണ്ടല്ലോ. അതായത് താല്പര്യം ഇല്ലാത്തത് റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ടി വരുന്ന ഒരവസ്ഥകളും. അതെ, ആക്ച്വലി ഇത് പലരും ചോദിച്ചു ഇതൊരു സിനിക്കൽ വ്യൂ ആണോ, ചിലപ്പോൾ ഇനിയിപ്പോൾ ബുക്ക് വായിച്ചാൽ ആൾക്കാർ ജേർണലിസ്റ്റ് ആവാതിരിക്കാൻ. ഞാനത് ചോദിക്കണം എന്ന് ഓർത്ത്. കാരണം അതൊരു നെഗറ്റീവ് ആണോ? കാരണം ഇതിന്റെ ഒരു എൻഡില് ആ ഒരു ജേർണലിസം അല്ല ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ പിന്തിരിപ്പിക്കുന്ന അങ്ങനെ ഉണ്ടോ അതില്? ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് എനിക്കതൊരു ഭയങ്കര എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്തുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഇറ്റ്സ് ലൈക്ക് സേയിങ് ഒരാൾ സിഗരറ്റ് വലിക്കുന്ന TV-യിൽ കണ്ടത് കാരണം നമ്മൾ സിഗരറ്റ് വലിക്കുമോ? അല്ലെങ്കിൽ ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു ബി എ ജേർണലിസ്റ്റ്, നമ്മളുടെ ഡ്രീം ഒരു ജേർണലിസ്റ്റ് ആവാനാണെങ്കിൽ ഒരു ബുക്ക് വായിച്ചത് കാരണം നമ്മൾ ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ then you aren't meant to be a journalist. Ultimately it's your decision. പിന്നെ എനിക്ക് ആകെ പറയാനുള്ളത് എന്താ വെച്ചാൽ ആസ് എ journalist, you shouldn't be too emotional. എനിക്ക് പറ്റിയത് അതാണ്. ലൈക്ക് ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. ഐ ഗെറ്റ് വെരി അറ്റാച്ച്ഡ്. ഒരു സ്റ്റോറി ചെയ്താൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടാത്തൊരു സ്റ്റോറി ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നവരെ എനിക്ക് ആ സ്റ്റോറി തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഫ്രം എ TV ചാനൽസ് പോയിന്റ് ഓഫ് വ്യൂ ഡസൻറ്റ് മേക്ക് സെൻസ്. എത്ര കാലം അവർക്ക് ഒരേ ഹെഡ്ലൈൻ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, പക്ഷേ അപ്പോൾ അത് എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. സോ മേ ബി ഫോർ മീ ദ റൈറ്റ് ഡിസിഷൻ ഇസ് ടു ചേഞ്ച് മൈ പ്രൊഫഷൻ. അതേമാതിരി എൻ്റെ ബുക്കത്തെ കഥാപാത്രത്തിനും ഇറ്റ് മേക്സ് സെൻസ് ഫോർ ഹെർ ടു ചേഞ്ച്. ബിക്കോസ് എൻ്റെ ബുക്ക് ഇസ് ഒബ്വിയസ്ലി ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, ഇവൻ ദോ ഇറ്റ്സ് നോട്ട് ഓട്ടോബയോഗ്രഫിക്കൽ. പക്ഷേ ഫോർ എൻ ആസ്പയറിംഗ് ജേർണലിസ്റ്റ് ഐ വുഡ് സേ കി റീഡ് ഇറ്റ് ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് യുവർ തോട്ട്സ് ആർ. ബിക്കോസ് അതിൽ ചില ഗ്രൗണ്ട് റിയാലിറ്റീസ് എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ യു ഷുഡ് ഓൾവേസ് ഗോ അഹെഡ് വിത്ത് യുവർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ. നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ലാണ്ട് നമ്മൾ ജേർണലിസത്തിലേക്ക് ഇറങ്ങിയിട്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി പോയിന്റ്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് പിന്തിരിപ്പനാണെന്ന് തോന്നുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഡസ് ഷോ സർട്ടൻ റിയാലിറ്റീസ് ഓഫ് ദി ഫീൽഡ്. ഇപ്പോൾ അതുകൂടാതെ സ്വന്തമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള
ഇപ്പൊ ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ഇല്ലെങ്കിൽ കൊളീഗ്സിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ചില എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ശ്വേതയ്ക്ക് ശരിക്കും? ആസ് എ ന്യൂസ് ട്രെയിനി എനിക്ക് ഐ വാസ് ഫോർച്യുനേറ്റ് ഇനഫ് ടു ഹാവ് എ റിയലി നൈസ് ബോസ്. ഞാൻ CNN IBNൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് ഒരു ദീപിക കോറി ആയിരുന്നു. മാം വാസ് വെരി എൻകറേജിങ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ ഇതായിട്ടാണ് നടത്തുക. നമ്മൾ ടിക്കർ കറക്റ്റ് ടിക്കറിൽ ഒരു വള്ളി പുള്ളി മാറിയാൽ തല പോവും. പക്ഷെ എന്നാലും ഷി വാസ് എ റിയലി നൈസ് നർച്ചറിങ് ബോസ് വിച്ച് ഐ കെൻ സീ നൗ. അതിന് സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എത്ര ഷീ ആക്ച്വലി ഗേവ് മി എ വേ ഓഫ് ഡിസിപ്ലിനിങ് മൈ വർക്ക്. ഇങ്ങനെ ഇന്ന ടൈമിൽ ഇത്രയും വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളത്. പക്ഷേ ഐ ഹാഡ് എന്താ പറയുക എക്സ്പീരിയൻസസ് വിത്ത് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ വിച്ച് അറ്റ് ദാറ്റ് ടൈം റിയലി ഹേർട്ട് ആൻഡ് ഡിസപ്പോയിന്റഡ് മീ. പക്ഷേ ഐ ഓൾസോ തിങ്ക് ദാറ്റ്സ് പ്രോബബ്ലി ബിക്കോസ് ആസ് എ ജേർണലിസം ഗ്രാജുവേറ്റ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫ്രം കോളേജ്. ബിക്കോസ് കോളേജിൽ നിന്ന് തന്നെ നമ്മളെ പറയുന്നത് ഇറ്റ്സ് ഓക്കെ, റിപ്പോർട്ട് ചെയ്യാൻ കഴിയും, എന്താ മൈക്ക് എടുക്കണം, ക്യാമറ എടുക്കണം, യു വിൽ ബി ഗോയിങ് ഇമ്മീഡിയറ്റ്ലി. ന്യൂസ് ട്രെയിനി ഭാഗത്തിനെ പറ്റിയിട്ട് വലിയ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ച സമയത്ത് നമ്മളോട് ന്യൂസ് ട്രെയിനിൻ്റെ ഒരു ലൈഫിനെ പറ്റിയിട്ട് വലിയ ഇറ്റ് ഡിഡ്ന്റ് ത്രോ എനി ലൈറ്റ്. ദ കോഴ്സ് ഡിഡ്ന്റ് ത്രോ എനി ലൈറ്റ്. സോ മേ ബി ഫ്രം നൗ ഓൺ ജേർണലിസം കോളേജസ് ഷുഡ് ഓൾസോ സേ കി നിങ്ങൾക്കും കാപ്പി കൊണ്ടുപോകേണ്ടി വരും, നിങ്ങളും സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരും. യു സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം and it's accepted. Everyone should start from the bottom. I think as journalism graduates you should just be prepared. Other I think that really helped, and not too many bad incidents. My colleagues actually have been very nice to me. If they see the show, I want to emphasize they've been very nice to me. And even now I keep saying ഞാൻ എപ്പോഴും മീഡിയനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഈവൻ ദോ എൻ്റെ പ്രസ് കാർഡൊക്കെ പോയിട്ട് കുറേ വർഷമായി. പക്ഷെ എന്നാലും എനിക്ക് കാണുമ്പോഴും ഈവൻ വെൻ ഐ സി എൻ OB crew എവിടേക്കെങ്കിലും ട്രാഫിക്കിൽ പാസ് ആകുമ്പോൾ ഐ തിങ്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എത്ര നേരം നിൽക്കേണ്ടി വരുമോ, പാവമാവോ, ഊണ് കിട്ടുമാവോ, പാവം വേഗം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ആലോചിക്കാറ്. സോ ഐ സ്റ്റിൽ I consider myself as a part of the media fraternity still, and I think they also do, because ഇന്നലെ at the event വന്ന media turnout-ഉം ഓരോ launch-ന് വന്ന ആൾക്കാരും it makes me think that they also haven't excluded me from the media fraternity. ഇനി അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തിരിച്ചു പോകാൻ ആഗ്രഹം ഇല്ലാണ്ടല്ല, പക്ഷെ ഫിലിപ്പീൻസിൽ യാതൊരു ചോയ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ സെൻട്രൽ അമേരിക്കയിലേക്ക് പോവുകയാണ് ചെറിയ മോളുമായിട്ട്. സെൻട്രൽ അമേരിക്ക ആണെങ്കിൽ സ്പാനിഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. എനിക്ക് യാതൊരു വിധത്തിലും സ്പാനിഷ് അറിയില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ജോബ് ആസ് എ സ്പാനിഷ് സ്പീക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഓൾ. ലെറ്റ്സ് സീ. പക്ഷെ അതും മോളും കുറച്ച് വലുതായതിനു ശേഷം മേ ബി. പക്ഷെ ആക്റ്റീവ് ജേർണലിസ്റ്റിനെക്കാട്ടിലും ഐ റിയലൈസ് ഐ റിയലി ലൈക്ക് റൈറ്റിംഗ് ഫിക്ഷൻ. സോ വൈൽ ഐ ഡു റൈറ്റ് ഇങ്ങനെ ചില വിമൻസ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ജേർണൽസിനൊക്കെ വേണ്ടി ഞാൻ ഫെമിനിസ്റ്റ് എസ്സേസ് ഒക്കെ എഴുതാറുണ്ട്. പക്ഷെ ഇഷ്യൂസിനെ പറ്റി എൻ്റെ ഒപ്പീനിയൻ എഴുതാന്നല്ലാണ്ട് ആക്റ്റീവ് ജേർണലിസം ഐ ഡൗട്ട് ഐ ലെവർ ഗെറ്റ് ബാക്ക് ഇൻ ടു. ബുദ്ധിമുട്ടാണ്, വല്ലാണ്ട് ഇമോഷണൽ ആണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ എഴുത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇതുവരെ എഴുതിയത് വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ ട്രെയിനി ആയിട്ട് ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ മാത്രം എഴുതുമ്പോൾ നമ്മുടെ ആ ഒരു ഇമാജിനേഷനെ അവിടെ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തുന്ന പോലെ അതിനെ ഒരു തുറന്നു വിടാനുള്ള ഒരു അങ്ങനത്തെ ഒരു എഴുത്ത് ആഗ്രഹമില്ലേ? ആക്ച്വലി ഞാൻ രണ്ടും എഴുതാറുണ്ട്. എന്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ബുക്സ് രണ്ടും ഇതാണെന്നേ ഉള്ളൂ. ഞാൻ ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്. അത് 2-3 ഓൺലൈൻ ജേർണൽസിൽ വന്നിട്ടുണ്ട്. പബ്ലിഷേഴ്സിന് ഇതേമാതിരി അയച്ചിരുന്നു. പക്ഷേ ടിൽ യു റീച്ച് എ ലെവൽ വെർ യു ആർ എ വെരി നോൺ ഓഥർ ദേ ഡോണ്ട് വാണ്ട് ഷോർട്ട് സ്റ്റോറീസ് ഫ്രം യു. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി ഒരു സിറ്റിംഗിൽ വായിക്കാൻ പറ്റുന്ന കാര്യത്തിൽ സ്റ്റോറീസ് എഴുതാറുമുണ്ട് ഇഷ്ടംമാതിരി. ഒരു കളക്ഷനും റെഡിയാണ്. ഇറ്റ്സ് ഔട്ട് വിത്ത് പബ്ലിഷേഴ്സ് ഫോർ റിവ്യൂ. ഹോപ്പ്ഫുള്ളി ഈ ബുക്ക് കഴിഞ്ഞിട്ട് മേ ബി ദേ മൈറ്റ് ലുക്ക് അറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് സേ കി ഓക്കെ ബാങ്കബിൾ ഓഥർ വിൽ ബ്രിങ് ഇറ്റ് ഔട്ട്. പക്ഷേ ഇപ്പോൾ പബ്ലിഷിംഗ് എവറിത്തിങ് ഇസ് ഗവേൺഡ് ബൈ ഇറ്റ്സ് എ മാർക്കറ്റ് എസെൻഷ്യലി. അത് കാരണം ഇമാജിനേഷൻ യൂസ് ചെയ്താലും അതിനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ടേ അത് പബ്ലിഷ് ആയി വരുള്ളൂ. പക്ഷെ ഇപ്പൊ പിന്നെ സെൽഫ് പബ്ലിഷിംഗ് ഒക്കെ ഓപ്ഷൻ ആയത് കാരണം അതൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണം. അതെ.